എല്ലാവർക്കും നമസ്കാരം. യോഗ എപ്പോഴും അടിസ്ഥാനപ്പെടുത്തുന്നത് നമ്മൾ ഒന്നുമായി ചേരുവാനായിട്ടാണ്. ചേരുക എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു ഉണർവുണ്ട്. ഈ ശരീരവും മനസ്സും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രക്രിയയും നമ്മളെന്നാൽ ഒരു പ്രകാശത്തിലുമാവുന്ന ഒരു ക്രമീകരണം. അതിനെ നമ്മൾ ചേരലെന്ന് പറയും, യോജിച്ച ഒരവസ്ഥയെന്ന് പറയും, സൃഷ്ടിയുമായി. ആ സൃഷ്ടിക്ക് ഒരു സ്വഭാവ രീതിയുണ്ട്. അതിനൊരു ഉയർന്ന കോൺഷ്യസ് എന്ന് പറയും. അതിനൊരു രീതിയിലെ നേച്ചറുണ്ട്, ഒരു ഡിവൈൻ നേച്ചർ. ആദ്യഘട്ടത്തിൽ സാധനയിലൊക്കെ ഇറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അവരിൽ അവരായിരുന്ന പല സ്വഭാവങ്ങളും, അവർ പേടിച്ചിരുന്ന പലതും, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും, അവരിൽ നിന്നും അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് പലതും അവരെ വളരെ വേഗതയേറി അവരിൽ നിന്ന് ഇല്ലാതായി പോകുന്നതും അവർ പുതിയൊരു ക്യാരക്ടറിന് ഉടമയായി മാറുന്നതും. അത് ഒരു തരത്തിലെ ഊർജത്തെ അവർ സ്വീകരിക്കുന്നതുകൊണ്ടാണ് സൃഷ്ടിയുടെ. അവർ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഡിവൈൻ നേച്ചർ, അല്ലെങ്കിൽ അവർ തന്നെ ഭയപ്പെട്ടത് പലതും അവരിൽ നിന്ന് ഇല്ലാതായി പോയിക്കൊണ്ട് അവർ വേറൊരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതി. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേത്ര രീതികൾ എപ്പോഴും തന്നെ യോഗയുടെ മാനത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒന്നാണ്. യോഗ എപ്പോഴും നമ്മൾ ഓരോ സമയത്തും അതിൻ്റെ സമയവും കാലവും രീതിയും സമയമെടുത്താണ് യോഗയിൽ ഉയരുന്നത് എപ്പോഴും. അതിന് നമുക്ക് ഇത്ര ടൈമെന്ന് പറയാൻ പറ്റില്ല. യോഗ ചെയ്ത് നിരന്തരം നമ്മൾ പരിശീലിച്ചാണ് യോഗയുടെ മാനത്തിൽ നമ്മൾ ഉയരുന്നത്. എന്നാൽ ഈ യോഗയുടെ രീതിയെ, യോഗ ചെയ്ത് ആസനാസും മുദ്രാസും എല്ലാം ചെയ്ത് പല രീതിയിലും ഉയരുന്നത് വളരെ വേഗമാക്കി തീർക്കാനാണ് യോഗ തന്ത്രമാനം ആചാര്യന്മാർ സൃഷ്ടിച്ചത്. യോഗതന്ത്രമാനം എന്ന് പറയുമ്പോൾ യോഗതന്ത്രം ഇത്രമാത്രമാണ് അടിസ്ഥാനപ്പെടുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും തന്ത്രമാണ്. ഇപ്പം നിങ്ങളുടെ ഒരു ഇടനാഡിയും പിങ്കളനാഡിയും സംഗമിച്ച് വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ 7ാം ചക്രത്തിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടി നിങ്ങൾക്ക് എന്താണ് എസ്റ്റസി അല്ലെങ്കിൽ നിർവ്വാണം എന്താണെന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രാണന്റെ അടിസ്ഥാനം ഇരിക്കുന്നത് സുഷുമ്നയിലാണ്, മൂലാധാര ചക്രത്തിലാണ്. ഇതിനെ ഇടയും പിങ്കളയും കൂടി ഒരുമിച്ച് സംഗമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്ന്, ആ ഒരു ഇന്നറിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്താണെന്നുള്ളത്. അപ്പം ഓരോ ക്ഷേത്രങ്ങളും, ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വലതുവശം ചരിഞ്ഞ് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട്. ദേവീ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇടതുവശം ചരിഞ്ഞ് വേണം പ്രാർത്ഥിക്കാൻ. അവിടെ നടക്കുകയാണ് ഒരു കമ്പി കെട്ടിയിരിക്കുന്നത് കാണാം. നമ്മൾ സെൻട്രലിലൂടെ പോയിട്ട് ഒരു വലതോ ഇടതോ നിന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ. പല ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് തന്ത്ര രൂപീകൽപ്പനപ്പെടുത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ. അപ്പം ആ വശത്തൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു വശം മാത്രം ചരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഇനിയെങ്കിലും ഈ അമ്പലത്തിൻ്റെ ക്ഷേത്ര രീതികളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ വലതുവശം ചിലപ്പം സ്ത്രീകൾ പോയി പ്രാർത്ഥിക്കണം എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ബോർഡ് വെച്ചിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് തന്നെ ഞാനൊരു ക്ഷേത്രത്തിൽ വന്നപ്പം അവിടുത്തെ രീതി കണ്ടപ്പോൾ എനിക്കിത് തോന്നി. അവിടെ പുരുഷന്മാർ നിൽക്കുന്ന ഇടത് സൈഡിലാണ്, സ്ത്രീകൾ നിൽക്കുന്നത് വലത് സൈഡിലാണ്. നാഡികൾ വ്യത്യസ്തമാണ്, സ്ത്രീയുടെ ഇടതും പുരുഷന്റെ വലതുമാണ്. അപ്പോൾ ഇത് അവർ കാലക്രമേണ അജ്ഞാനമാണല്ലോ എല്ലാവരിലും തമ്മിൽ, ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും. ആ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത്രയും ഉയർന്ന രീതിയിലുള്ളതൊക്കെ തെറ്റിദ്ധരിപ്പിക്കും. അത് വിട്ടേക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും നാഡികൾ അനുസരിച്ച് വേണം നിങ്ങൾ ചരിഞ്ഞ് ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിൽക്കാൻ. അവിടെ നിന്ന് കുറച്ച് നേരം നിങ്ങളൊരു ഊർജ്ജത്തെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധ്യാനം തന്നെ സംഭവിക്കും. എപ്പോഴും യോഗ ചെയ്യുന്ന എന്തിനാണ്, യോഗയുടെ ആസനാസും മുദ്രാസും ഒക്കെ ചെയ്യുന്ന എന്തിനാണ്, നിങ്ങൾ ഈ ധ്യാനം സംഭവിക്കണം. ജപവും തപവും എന്തിലേക്കാണ് നയിക്കുന്നത്, ധ്യാനത്തിലേക്കാണ്. ധ്യാനം ഒരു പ്രകാശമാണ്, ഒരു പ്രകാശമയമാണ്. ഈ മനസ്സും ശരീരം വേറിട്ട് നിന്നുകൊണ്ട്, എന്നാൽ ഈ മനസ്സും ശരീരവും അനുഭവിക്കുന്ന ഒരു തലമാണ് ആ പ്രകാശത്തിന്. ആ ബോധം അറിയുകയാണ്. ബോധം ആരാണ് റിയലൈസേഷൻ ചെയ്യുന്നത്, സ്വന്തം മനസ്സും ശരീരവുമാണ്. ആ റിയലൈസേഷൻ എന്ത് ചെയ്യും, കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു ശുദ്ധ ബോധമായി ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും നിറയും. അതാണ് സമാധിയിലേക്ക് നയിക്കുന്നത്. ജപം തപം ധ്യാനം ധാരണ ശൂന്യ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ഈ ഒരു പ്രക്രിയയാണ് എപ്പോഴും. അപ്പം നാഡികളാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഉലയേണ്ടത്. നാഡികൾ ഉലർന്നാൽ മാത്രമേ അഗ്നിയോളം ജ്വലിക്കുള്ളൂ നമ്മുടെ കുണ്ടലിനി ചൈതന്യം. എന്നാൽ മാത്രമേ 7ാം ചക്രത്തിൽ നമുക്കൊരു പ്രവേശനം സംഭവിക്കുള്ളൂ. ക്ഷേത്രങ്ങൾ എപ്പോഴും തന്നെ ഒരു യോഗ പരിശീലിക്കാത്ത ആൾക്കാർക്ക് എപ്പോഴും തന്നെ തന്ത്രയുടെ മാനമാണ്. യോഗയെക്കാട്ടി നിങ്ങളെ വേഗം എന്ത് ചെയ്യും, തന്ത്രയുടെ മാനം ഉയർത്തും. യോഗയിൽ 12 വർഷം സമയമെടുക്കുമെങ്കിൽ ഇവിടെ ഒരു മാസം പോലും സമയമെടുക്കില്ല ചില സമയങ്ങൾ ഉയർച്ച സംഭവിക്കാൻ. ചിലപ്പോൾ 6 മാസം എടുത്തേക്കാം, ചിലപ്പോൾ 1 വർഷം എടുത്തേക്കാം, ചിലപ്പോൾ 3 വർഷം എടുത്തേക്കാം. അതിൽ അത്രയും വേഗതയാണ് തന്ത്ര എന്ന് പറയുന്നത്. അത്രയും വേഗമാണ് ഡിവൈൻ വർഷിപ്പിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പം
തന്ത്രയാണ് ഓരോ ക്ഷേത്രങ്ങളും. നമുക്ക് വെറുതെ പോയിരുന്ന് അവിടെ കൈകൾ രണ്ടും തുറന്നു വെച്ച് നട്ടെല്ല് നിന്നിരുന്നാൽ പോലും നമ്മുടെ നാഡികൾ ഓരോ സുഷുമ്നയിലുള്ള പ്രാണനെ എന്ത് ചെയ്യും? പല നാഡികളിലൂടെ നമ്മുടെ 7-ാം ചക്രത്തിലേക്ക് അടുപ്പിക്കും. അപ്പോൾ അതിനെ നോക്കുക. ആ രീതിയിൽ ഉയരാൻ ഓരോ ക്ഷേത്രങ്ങളും ധ്യാനത്തിലേക്കുള്ളൊരു വഴിയാക്കി തീർക്കുവാനായിട്ട് ശ്രമിക്കുക. അവിടെ പോയിട്ട് പ്രാരാബ്ധം പറയാതിരിക്കുക. പ്രാരാബ്ധമെല്ലാം തന്നെ മനസ്സിൻ്റെ ഒരു തലമാണ്. ഈ ശരീരവും മനസ്സും ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ശൂന്യ പ്രക്രിയയാണെന്ന് നിങ്ങൾ തന്നെ റിയലൈസേഷൻ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും നമസ്കാരം.